പ്രതിപക്ഷ ബഹുമാനത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം മേയർ വി രാജേഷ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും കേൾക്കാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട്. അദ്ദേഹം വളരെ മാന്യനാണ്. അത് ഭരണതലത്തിലായാലും വിമർശനത്തിലായാലും വളരെ കൃത്യവും വ്യക്തവും ശുദ്ധമായ രീതിയിൽ ഡീസൻ്റായിട്ട് പ്രതിപക്ഷ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഒപ്പം സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഏറെ പ്രചാരത്തിലാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന നമ്മുടെ വി രാജേഷ് നടത്തുന്ന ആ ഒരു സുന്ദരമായ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. അത് തികച്ചും ഊർജം പകരുന്നവയാണ്. ഏറ്റവും അഭിമാനാർഹവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഏതു തരത്തിലാണ് സമൂഹത്തിന് മാതൃകാപരമാവേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് അലയൻസ് കഴിഞ്ഞ 3 വർഷമായി തിരുവനന്തപുരത്ത് കാഴ്ചവയ്ക്കുന്നത്. ഞാൻ തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റതിന് ശേഷം നടന്ന പല സൗഹൃദ സംഭാഷണങ്ങളിലും പലരോടും പറഞ്ഞത്, തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ പോർട്ട് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ IT ഇവിടെ 500 കമ്പനികൾ എന്നാണ് പറഞ്ഞത്. എനിക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ഏകദേശം 800 കമ്പനികൾ വരെ ചെറുതും വലുതുമായ കമ്പനികൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. 75,000-80,000 IT പ്രൊഫഷണൽസ് മാത്രം തിരുവനന്തപുരത്തുണ്ട്. ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, മറ്റു പല സ്ഥാപനങ്ങളൊക്കെ ആയിട്ടും ഇവരൊക്കെ തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച് സമാഹരിക്കുന്ന ഊർജം CSR എന്നുള്ള നിലയ്ക്ക് CSR ആക്ടിവിറ്റികളിൽ നിശ്ചിത ശതമാനം തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ പ്രസ്ഥാനങ്ങൾ മാറണം എന്നുള്ള ഒരഭിപ്രായം സൗഹൃദ സംഭാഷണങ്ങൾ പല സ്ഥാപന മേധാവികളോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോഴേക്കും കോർപ്പറേഷന് പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള, ഞങ്ങളുടെ ഓൺ ഫണ്ടും പ്ലാൻ ഫണ്ടും ഉൾപ്പെടെയുള്ളവ മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട CSR ഫണ്ടിൻ്റെ നിശ്ചിത ശതമാനം, ഞാൻ മുഴുവനൊന്നും പറയുന്നില്ല, നിശ്ചിത ശതമാനം തിരുവനന്തപുരത്തിന് ചെലവഴിച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കോർപ്പറേഷന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓൺ ഫണ്ടും പ്ലാൻ ഫണ്ടും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കും. ഇതിലൂടെ തിരുവനന്തപുരം വളരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ സാധ്യതകൾ വളരെ വിപുലമാകുന്ന സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതിന് തിരുവനന്തപുരത്തിന് ഒരിക്കലും താഴോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത്രത്തോളം ആഴമുള്ള പോർട്ട്, പ്രകൃതിദത്തമായ പോർട്ടാണ് ലോകത്തെവിടെയുള്ളത്. അപ്പോൾ അനന്തമായ സാധ്യതകൾ. ബഹുമാനപ്പെട്ട IT മിനിസ്റ്ററാണ് ഇവിടെ നിന്ന് കടന്നുപോയത്. അദ്ദേഹം വളരെ സജീവമായിട്ട് ആ മേഖലയിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ടെക്നോ പാർക്കിൻ്റെ സാധ്യതകൾ അനന്തമാണ്. അത് സിറ്റിക്കുള്ളിലോട്ടല്ല, ഇനി നേരെ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺജഷൻ കാരണം മൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും വെട്ടുകാട് പള്ളിയും ഭീമാ പള്ളിയും ഒക്കെ ഉൾപ്പെടെ, ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളെയൊക്കെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേൾഡ് ലെവലിൽ തന്നെ നമുക്ക് സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസം. ഇപ്പോൾ മയോ ക്ലിനിക്കിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രിവെൻറ്റീവ് ഓങ്കോളജി സെൻറ്റർ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് മാറാൻ വേണ്ടി അധിക കാലമൊന്നും വേണ്ടി വരില്ല. പക്ഷേ അതിന് ഒരു ടോട്ടൽ എഫർട്ട് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതായിട്ട്, അത് ഭരണകൂടങ്ങൾ മാത്രമല്ല, സംസ്ഥാന സർക്കാർ, ചില കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ പ്രാഥമിക ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, നമ്മളൊക്കെ ഒരുമിച്ച് ചേരുകയും ഇവിടുത്തെ സംരംഭകരൊക്കെ തന്നെ ഒരു ചെറിയ സഹായം, സാധ്യമാവുന്ന സഹായം, ഒരു വ്യവസായ സൗഹൃദ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മെ കാത്തിരിക്കുന്നത് അനന്തമായ സാധ്യതകളാണെന്നാണ് കഴിഞ്ഞ 6 മാസത്തെ മേയർ എന്നുള്ള പ്രവർത്തനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ രസകരമായ നാളുകളിലൂടെയാണ് ആദ്യ ദിവസങ്ങൾ കടന്നുപോയത്. രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്കും ഒക്കെ തന്നെ കമ്പനികൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു മന്ത്രിയും അത് അനുഭവിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മാറിക്കോളും. എനിക്ക് സാങ്കേതിക വിദ്യകളും കൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് പ്രവാഹമായിരുന്നു. ആദ്യമൊക്കെ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി ഞാനത് പഠിച്ചു നോക്കി. അതിനുശേഷം അവരോട് ചോദിച്ചു, 100 ടൺ, നമുക്ക് 370 to 400 ടൺസാണ് പെർ ഡേ തിരുവനന്തപുരത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റ്. ഞാൻ ചോദിച്ചു, 100 ടൺ സംസ്കരിക്കുന്നതിന് എത്ര ഏക്കർ സ്ഥലമാണ് വേണ്ടത്? ഓരോരുത്തരും ചിലർ അവരൊറ്റ ചോദ്യത്തോടുകൂടെ തന്നെ ഒരു ലാപ്ടോപ്പ് മടക്കാറുണ്ട്.
ഓരോരുത്തരും പല കണക്കുകൾ പറയാറുണ്ട്. അപ്പോൾ പലരോടും ചോദിച്ചു, ഞാൻ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രത്തോളം ഭൂമിയില്ല. അപ്പോൾ ചിലർ നമുക്ക് താല്പര്യം തോന്നുന്ന തരത്തിൽ, സാർ 25 സെൻറ്റ് മതി, അല്ലെങ്കിൽ അതൊക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ 10 സെൻറ്റ് മതി, 25 സെൻറ്റ് മതി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഭൂമിയിൽ കേരളത്തിൽ ഇത് എവിടെയാണ് വിജയകരമായി നടക്കുന്ന ഒരു മോഡൽ കാണിച്ചു തരാനുള്ളത്? അപ്പോൾ കേരളത്തിലില്ല. ഇന്ത്യയിൽ ഇത് എവിടെയുള്ള? ഇന്ത്യയിലും ഇല്ല. ഇത് ലോകത്തിലെവിടെയെങ്കിലും ഉണ്ട്. ഞങ്ങൾ ആരെങ്കിലും എഞ്ചിനീയർമാരെ വിട്ടിട്ട് നോക്കാം. പലരും പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ പണം കൊയ്യുവാനുള്ള ഒരു മാർഗമായി പോലും പലരും പ്രയോജനപ്പെടുത്തും. എന്നാൽ ഉണ്ട്. ഇപ്പോൾ മോഡൽ പ്ലാന്റുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോവയിലുണ്ട്, വാരണാസിയിലുണ്ട്, ഇൻഡോറിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഇത്രത്തോളം പ്രോപ്പർട്ടി, ഇത്ര സ്കേഴ്സിറ്റി ഇല്ല. കുറേ കൂടിയൊക്കെ ലാൻഡ് ലഭിക്കുന്ന, ഇപ്പോൾ ബ്രഹ്മപുരത്ത് അവരുടെ കയ്യിൽ ഓൾറെഡി ഏക്കർ ഉണ്ടായിരുന്നു. ഇവിടെ കോഴിക്കോടുമുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് ലഭിക്കുന്ന ഭൂമിയുടെ അവൈലബിൾ ആയിട്ടുള്ള ആ ലഭ്യത അനുസരിച്ചുള്ള സിസ്റ്റം ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അത്ഭുതപ്പെട്ടു. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ സ്പേസിൽ പോയി ഇപ്പോൾ താമസിച്ചവർ 285 ദിവസം യൂറിൻ പ്യൂരിഫൈ ചെയ്തിട്ടാണ്, അത് കുടിച്ചിട്ടാണ് ജീവിച്ചതെന്ന് വായിച്ചു. പോയിട്ട് വന്നവരൊക്കെ തന്നെ. അത്രത്തോളം ടെക്നോളജി വളർന്നിട്ടും തിരുവനന്തപുരത്ത് ഇപ്പോഴും ഫുഡ് വേസ്റ്റ് പിഗ് ഫാമുകളിലേക്ക് കൊടുക്കുകയാണ്. സാങ്കേതികം ഇത്രയും വളർന്നിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഈ അവസ്ഥയിൽ നിന്ന് സ്ഥായിയായിട്ട് എങ്ങനെ മാറാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചയും ചിന്തയും വേണം. ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയാണ് ഞങ്ങൾ ചർച്ചയിലാണ് സജീവമായിട്ട്. പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ആദ്യ നാളുകളിൽ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് 6 മാസം കുടിവെള്ള പ്രശ്നമാണ്. ഡിസംബറിൽ ആരംഭിച്ച് മെയ് വരെ കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നത്തിൻ്റെ 6 മാസത്തെ ടെൻഷൻ അവസാനിക്കുന്നത് ജൂണിൽ പെയ്യുന്ന മഴയിലെ വെള്ളപ്പൊക്കത്തിലോട്ടാണ്. അപ്പോൾ 6, 3, 9 മാസവും കുടിവെള്ള പ്രശ്നവും മഴയും വെള്ളക്കെട്ടുമായിട്ട് പോവുകയാണ്. നമ്മുടെയൊക്കെ തന്നെ എനർജി ഈ 9 മാസം ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ എനർജി, മന്ത്രിമാരുടെയും മേയറുടെ ഒക്കെ പോകുന്നത് എന്നാൽ പരിഹരിക്കപ്പെടുമെന്ന് പരിഹരിക്കുകയില്ല. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരും. ആത്യന്തികമായി ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോഴാണ് മനസ്സിലായത് 1994 തിരുവനന്തപുരം പട്ടണത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയിലാണ് ഇന്നും വെള്ളം കൊണ്ടുവരുന്നത്. അന്നിട്ട പൈപ്പിൻ്റെ ഡയമീറ്റർ അതുപോലെ തന്നെ ഉണ്ട്, കൂടിയിട്ടില്ല. പക്ഷേ അന്ന് പോപ്പുലേഷൻ 6 ലക്ഷമായിരുന്നെങ്കിൽ ഇന്ന് 12 ലക്ഷമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആവിഷ്കരിക്കുന്ന പദ്ധതി ഒരു 30 ലക്ഷം പോപ്പുലേഷൻ തിരുവനന്തപുരം സിറ്റിയിലായാൽ പോലും കുടിവെള്ള പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട LSTD മിനിസ്റ്റർ ഉൾപ്പെടെ മുൻകൈ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് MLA-മാരൊക്കെ തന്നെ വി മുരളീധരൻ ജി, രാജീവ് ചന്ദ്രശേഖർ, വിൻസെൻ്റ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ടൊരു കോൺക്ലേവ് ഉടൻ തന്നെ അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്തു വരികയാണ്. ഈ പ്രശ്നം, ഈ പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ നദികളിൽ അടിയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് അതിൽ മാത്രമല്ല. കാരണം ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണം ഞങ്ങൾ കുറച്ച് നേരത്തെ ആരംഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മേയറുടെ ഓൺ ഫണ്ടിൽ നിന്നും കുറച്ച് പണമൊക്കെ അനുവദിച്ചിട്ട് എസ്റ്റിമേറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു നേരത്തെ തന്നെ നമുക്കത് വൃത്തിയാക്കാം. അത്ഭുതകരമായ വസ്തുത, 210 ലോഡ് മാലിന്യം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ തകരപ്പറമ്പ് പഴവങ്ങാട് ഗണപതിക്ഷേത്രം മുതൽ ഐശ്വര്യ ഹോട്ടലിന് അപ്പുറം വരെയുള്ള ഭാഗത്തുനിന്ന് 212 ലോഡ് മാലിന്യം മാറ്റി. അതിൽ 12 ലോഡ് മാത്രമേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ളൂ. 12 ലോഡ് മാലിന്യം മാത്രമേ, ബാക്കി മുഴുവൻ തന്നെ 15 വർഷമായി അടിഞ്ഞു കിടക്കുന്ന മണ്ണാണ്. 15, അതായത് 3 മീറ്റർ ആഴത്തിലുള്ള തോടിൽ 2.25 മീറ്ററും മണ്ണടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ 1/4 മീറ്റർ മാത്രമേ വെള്ളം ഒഴുകാനുള്ള സ്ഥലത്തുള്ളൂ. അവിടെ പ്ലാസ്റ്റിക് അടിച്ചിട്ടുണ്ട്. ഇതാണ് വസ്തുത. അപ്പോൾ ഏറ്റവും കാലാകാലങ്ങളിലായിട്ട് നമ്മൾ ഓരോ വർഷവും മഴയ്ക്ക് മുമ്പ് ഈ മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട്. മാറ്റിക്കഴിഞ്ഞാൽ വെള്ളം ഒഴുകാനുള്ള ആഴം കൂടുതലുണ്ടാകും. അപ്പോഴേക്ക് വെള്ളം ഒഴുകിപ്പോവും. നമുക്ക് ഇത്രയും നമ്മൾ വളർന്നിട്ടും 6 കിലോമീറ്റർ ആമയിഴഞ്ചാൻ തോടുള്ള പ്രശ്നം ഇന്നും പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ വിൽ പവർ അവിടെ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അലയൻസ് ഇപ്പോൾ 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറുതും വലുതുമായിട്ടുള്ള ആയിരക്കണക്കിന് കമ്പനിയുണ്ട്. എല്ലാ പേരും അവരുടെ CSR ആക്ടിവിറ്റിയുടെ ചെറിയൊരു ശതമാനം ഞങ്ങൾ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഓരോരോ മേഖലയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരൊറ്റ വർഷം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിറ്റിയായിട്ട് തിരുവനന്തപുരത്ത് മാറാൻ സാധിക്കും. അത് ഭരണകർത്താക്കൾ കാരണം ഞങ്ങളൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ മാറും. ഇപ്പം ഞാൻ 5 കൊല്ലം കഴിയുമ്പോൾ മാറും, MLA മാറും, മന്ത്രി മാറും. പക്ഷേ ഈ സ്ഥാപനങ്ങൾ മാറുകയില്ല.
അതിലെ മേധാവികൾ മാറിക്കഴിഞ്ഞാലും അതിൻ്റെ ഫെസിലിറ്റീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടൊരു കൂട്ടായത്നത്തിലൂടെ നമുക്കിതൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. പുതിയ സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ ആത്യന്തികമായി പരിഹരിക്കുവാനുള്ള വളരെ സജീവമായ ചർച്ചയിലാണ്. സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും. അതിലൂടെ തീർച്ചയായിട്ടും ആ സമയത്ത് മാതൃകാപരമായ നടപടിയുമായി മുന്നോട്ട് പോകുന്ന അലയൻസിന് മറ്റുള്ള കമ്പനികൾക്കുൾപ്പെടെ ഇതൊരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസയും വിജയാശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.